ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്നും വാട്ട ഈറ്റിനിടെ ചെയ്ത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എന്തുണ്ടാക്കുമ്പോൾ പാനിപ്പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹോം മെയ്ഡായിട്ട് പാനിപ്പൂരി. അപ്പം പാനിപ്പൂരിക്കകത്ത് മെയിനായിട്ടും രണ്ട് ചട്നീസ് ആണല്ലോ. ഒന്ന് റെഡ് ചട്നിയും ഗ്രീൻ ചട്നിയും രണ്ടായിട്ടും ഉണ്ടാക്കാറുണ്ട്. ഒരുമിച്ച് ഉണ്ടാക്കാറ്. പക്ഷെ ഞാനിവിടെ ഒരുമിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ ചട്നിക്ക് ആവശ്യമുള്ളത് ഒരു ലെമണ്, കുറച്ച് ഇഞ്ചി, ഒരു 3 പച്ചമുളക്, മല്ലിയില, പിന്നെ ഉപ്പ്. റെഡ് ചട്നിക്ക് ശർക്കര, മുളക് പൊടി, ഈന്തപ്പഴം, പിഴുപുളി. അപ്പോൾ ഈ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട്, കുറച്ച് കട്ടിയുള്ള പാത്രമാണ്, അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഈന്തപ്പഴം കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർക്കണം. ആ കുതിർത്ത് ഈന്തപ്പഴം നന്നായിട്ട് തിളച്ച് വെന്ത് വരണം. വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പിഴുപുളി ഉണ്ടല്ലോ, പിഴുപുളി ഒരു പിടി നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടാണ്. അപ്പോൾ ആ പിഴുപുളി നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് അതും ഈ ഈന്തപ്പഴത്തിൻ്റെ കൂടെ നമ്മൾ ഈ പാനകത്തോട്ട് ഇടണം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കണം. വെന്തൊരു പകുതി എത്തുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ശർക്കര, ഒരു സ്പൂൺ ശർക്കരയും കൂടി ആഡ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ വേവിച്ചെടുക്കണം. വേവിച്ചൊരു പകുതിയോളം ആകുമ്പം പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ല ജാമ് പരുവത്തിൽ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി കഴിക്കാനും നല്ല രുചിയാണ്. അപ്പം റെഡ് ചട്നി തയ്യാറായി. ഇപ്പോൾ ഗ്രീൻ ചട്നിയാണ് ഇതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്രീൻ ചട്നിക്ക് നല്ല മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും ഒരു നാരങ്ങയുടെ പകുതി വശമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പകുതിയും കൂടി ചേർത്ത് മിക്സിക്കകത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കണം. ഈ ചട്നി ചോറിനാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് ഞാൻ പുറത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ കാക്കയുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല പച്ചപ്പായൽ പോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തരിയൊന്നുമില്ലാതെ അരിച്ചെടുക്കുന്നുണ്ട്. റെഡ് ചട്നി അതുപോലെ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഈ രണ്ട് ചട്നിയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ രാവിലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ച് വൈകുന്നേരം യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പോ നാരങ്ങ നീരൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് പൂരി ഉണ്ടാക്കാം. പൂരി ഉണ്ടാക്കുന്നതിനായിട്ട് ഈ കപ്പിന് 2 കപ്പ് മൈദയല്ല, റവയാണ് ഉപയോഗിക്കുന്നത്. 2 കപ്പ് റവയും 1 സ്പൂൺ മൈദയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുള്ളൂ. ഇത് ഞാൻ രാവിലെ കുഴച്ച് വെച്ചിട്ട് വൈകിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈസ്റ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അത് നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ റവ യൂസ് ചെയ്യുന്നതുകൊണ്ട് വെള്ളം നമ്മൾ കുഴച്ച് നോക്കിയിട്ടേ കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മാവ് ലൂസായി പോവും. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. അങ്ങനെ കുഴച്ച് വരുമ്പോൾ കണ്ടോ, പെട്ടെന്ന് തന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അത്ര ഹാർഡായിട്ട് നമുക്ക് കുഴയ്ക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇത് കുഴച്ച് വെച്ച് രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പം ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്കിത് സോഫ്റ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. ഇപ്പം 2 കപ്പ് റവയ്ക്ക് തന്നെ നമുക്കൊരു 10-20ഓളം പൂരീസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നൈസായിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി നമ്മുടെ വലിപ്പത്തിനനുസരിച്ചുള്ള ബോൾസ് ആക്കിയെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് കണ്ടു 10-20 ബോൾസ് കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പല ഷേപ്പിലാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്, പല അളവിൽ. നല്ലൊരു പാത്രം വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച്, ഇച്ചിരി കുഴിഞ്ഞ പാത്രം ആകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ മുങ്ങിക്കിടക്കും. ഓക്കെ, എന്നിട്ടത് വറുത്തെടുക്കാം. വറുത്ത് നല്ല ബൗള് പോലെ പൊങ്ങി വരികയും ചെയ്യും. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്, എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ റെഡും മറ്റേ സവാളയും ഉരുളക്കിഴങ്ങും കൂടെ ഒരു മിക്സ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പം ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. എക്സ്പെഷ്യലി ഈ വെള്ളം ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനതിനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ.